റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര നോൺ സീറോ റോസ് ഉണ്ട് നമ്മളുടെ റോ എക്കലൻ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, റാങ്ക് എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എ ഇസ് ഈക്വൽ ടു 0 1 0 -1 0 -4 0 4 0 അങ്ങനെ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ റോ എക്കലൻ ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഒരു നോൺ സീറോ ആയിരിക്കണം എന്നുണ്ട്. നമ്മുടെ ഇപ്പൊ നോൺ സീറോ അല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് R2 R1 ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുക, ദാറ്റ് ഈസ് -1 0 -4 0 1 0 0 4 0. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക, അതും ഓൾറെഡി ആണ്. അത് കഴിഞ്ഞാൽ എന്താണ്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക, അതും ഓൾറെഡി ആണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡയഗണൽ നോക്കുക. ഓക്കെ, ഡയഗണലിന്റെ താഴെയൊക്കെ 0 ആവണം. പിന്നെ ഇവിടെ ഏതാ 0 ആവാനുള്ളത്, 4 0 ആവണം. 4 0 ആവാൻ എന്ത് ചെയ്താൽ മതി, എനിക്ക് 4ന്ന് 4 കുറച്ചാ പോരെ. അപ്പൊ നേരെ നോക്കുക, R2 അവിടെ 1 അല്ലേ, അപ്പൊ R3 ഗീവ്സ് എന്താണ്, R3 -4 R1 എന്ന് കൊടുക്കുക, സോറി 4 R2 എന്ന് കൊടുക്കുക. R1 ചെയ്യാൻ പറ്റുമോ, ഇല്ല, കാരണം എന്താ, ഇവിടെ ഫസ്റ്റ് എലമെന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ആ 0 മാറിയിട്ട് ഒരു വാല്യൂ വരും. അതുകൊണ്ടാണ് നമ്മൾ R2 ചെയ്യണത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുക -1 0 -4 0 1 0 0 0 0 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഞാനിവിടെ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു എത്ര നോൺ സീറോ റോസ് ഉണ്ട്, മൊത്തം സീറോ അല്ലാത്ത എത്ര റോ വരുന്നുണ്ട്, രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ റാങ്ക് ഈസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, അതായത് നമുക്കിപ്പോ 3 ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, A1 x1 A12 x2 A13 x3 B1. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ A21 x1 A22 x2 A23 x3 B2. തേർഡ് വൺ A31 x1 A32 x2 A33 x3 B3. ഇങ്ങനെ 3 ഇക്വേഷൻ തന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിഫിഷ്യൻസ് ഒക്കെ ഒരു മെട്രിക്സിലാക്കുക, അൺനോൺസ് ഒക്കെ ഒരു മെട്രിക്സിലാക്കുക, പിന്നെ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഒരു മെട്രിക്സിലാക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് AX B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് പിന്നെ പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ എയും ബിയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്ന മെട്രിക്സിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുക. നമ്മുടെ സിസ്റ്റം AX B ആയിരുന്നു. അതിൽ ആ ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിനെ ഹോമോജീനിയസ് സിസ്റ്റം എന്നും, ബിയുടെ വാല്യൂ 0 അല്ലെങ്കിൽ അതിനെ നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്നും പറയും. പിന്നെ നമുക്ക് കിട്ടുന്ന, നമ്മളോട് ഇപ്പൊ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നില്ലേ, സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് x1 x2 x3 അങ്ങനെയുള്ളത്. ഇവിടെ എന്താണ്, അതാ x1 x2 x3 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലേ, അതാണ് നിങ്ങളുടെ എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉം. ഇനി ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ഉം. അതായത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കുമ്പോൾ ഗോസ് എലിമിനേഷൻ ആണ് ചെയ്യുക. നമ്മൾ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് എടുക്കും, എന്നിട്ട് അതിനെ റോ എക്കലൻ ഫോമിലേക്ക് ആക്കും. അതിനുശേഷം നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം എന്താണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്, അപ്പൊ സൊല്യൂഷൻ ഒന്നും ഇല്ല. ഇനി റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റന്റും ആണ്, യുണീക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ x1 x2 x3 അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് 3 ഓക്കെ, ഇനി റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ എന്തുണ്ടാവും, അവിടെ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷന്റെ കേസ് മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ഈ x1 x2 x3 ഈക്വൽ ടു ഒരു വാല്യൂ ആയിട്ട് കിട്ടണ്ടേ. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അതായത് ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞിട്ട് കിട്ടിയതിൽ നിന്ന് നിങ്ങൾ എയും ബിയും സെപ്പറേറ്റ് ചെയ്തിട്ട് AX ഈക്വൽ ടു ബി എന്ന് കൊടുക്കും. എന്നിട്ട് ആണ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, സോൾവ് ഫോളോയിങ്
by the Gauss elimination method. Y plus Z minus 2W is equal to 0. Next one, 2x minus 3y minus 3z plus 6w is equal to 2. 4x plus y plus z minus 2w is equal to 4. അപ്പൊ നമുക്ക് ഈക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ആദ്യം എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ എഴുതണം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ എക്സിന്റെ ടേം ഇല്ല, അതുകൊണ്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആക്കി എഴുതണം. വൈയുടെ 1, സെഡിന്റെ 1, ഡബ്ല്യുവിന്റെ -2. അടുത്തത് 2 -3 -3 6. അടുത്തത് 4 1 1 -2. നിങ്ങളുടെ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു ഇവിടെ 4 എണ്ണല്ലേ, എക്സ് വൈ സെഡ് ഡബ്ല്യു. ഓക്കെ, ഇനി നിങ്ങളുടെ ബിയുടെ വാല്യൂ എന്താണ്? 0 2 4. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 1 1 -2 0 2 -3 -3 6 2 4 1 1 -2 4. അതായത് ലാസ്റ്റ് കോളായിട്ട് എന്ത് ചെയ്യുക? ബിയുടെ വാല്യൂം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫസ്റ്റ് എലമെന്റ് 0 ആയിട്ടാണ് കിടക്കുന്നത്. എന്ത് ചെയ്യണം? അത് മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? R1 നെ R2 ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ എലമെന്റ് കിട്ടും. ഓക്കെ, എ ബി ഈക്വൽ ടു 2 -3 -3 6 2 0 -1 1 -2 0. സോറി, -1 ഇല്ല കേട്ടോ. 0 1 1 -2 0. ഇനി നെക്സ്റ്റ് വൺ 4 1 1 -2. ഇനി എന്ത് ചെയ്യണം? 2ന്റെ കഴിഞ്ഞു. 2ന്റെ അവിടെ ഒരു വാല്യൂ ഉണ്ട്, നോൺ സീറോ എലമെന്റ് ഫസ്റ്റ് എലമെന്റ് കിട്ടി. ഇനി എന്താണ്? സെക്കൻഡ് റോയില് ഫസ്റ്റ് എലമെന്റ് 0, ഇനി തേർഡ് റോയിലും ഫസ്റ്റ് എലമെന്റ് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R3 gives R3 -2 R1 ചെയ്താൽ പോലെ. 4ന്ന് 4 കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്താൽ പോലെ. ദാറ്റ് ഈസ് 2 -3 -3 6 2 0 1 1 -2 0 4 -4 0 1 plus 6 7 1 plus 6 7 -14 0. ഇനി നോക്കി നോക്ക്, ഇനി എന്താ വേണ്ടത്? R3യിലെ സെക്കൻഡ് എലമെന്റ്, റോ 3യിലെ സെക്കൻഡ് എലമെന്റ് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R3 -7 R1 ചെയ്താൽ പോലെ. അപ്പോഴല്ലേ നേരെ 0 ആവുള്ളൂ. ഓക്കെ, നമുക്ക് എന്തെന്ന് കിട്ടും? 2 -3 -3 6 2 0 1 1 -2 0 0 0 0 0 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് നോക്കുക. ഇതുവരെ എയുടെ പോർഷൻ ആണ് അല്ലെ, മറ്റേത് ബി ആണ്. ഞാനിവിടെ റാങ്ക് ഓഫ് എ എടുക്കുകയാണെങ്കിൽ 2 റോയിലല്ലേ, നോൺ സീറോ റോസ് 2 എണ്ണല്ലേ ഉള്ളത്. അപ്പൊ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ആണ്. ഞാൻ റാങ്ക് ഓഫ് എ ബി നോക്കി, അതും 2 തന്നെയല്ലേ വരുന്നുള്ളൂ അല്ലേ. ഇനി നമ്മുടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 4 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വരുന്നത്? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പൊ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. കുറെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിന് എ സെപ്പറേറ്റ് ചെയ്തെടുക്കുക.
അതേതാണ്? 2 -3 -3 6. ഇനി രണ്ടാമത്തത് 0 1 1 -2. തേർഡ് കേസ് 0 0 0 0 ഇൻറ്റു എക്സ്. നമ്മൾ ഈ ഫോർമാറ്റിൽ എഴുതാൻ പോണേ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളത്. എന്താണ്? എക്സ് വൈ സെഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ബി. ഇതിൽ ബി എന്താണ്? 2 0 0 2 0 0. ഇക്വേഷൻ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോനെ ഈക്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 2x - 3y - 3z + 6w is equal to 2 എന്ന് കിട്ടും. അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 × x എന്ന് വെച്ചാൽ 0, പിന്നെ 1 × y എന്ന് വെച്ചാൽ y + 1 × z എന്ന് വെച്ചാൽ z -2 × w എന്ന് വെച്ചാൽ -2w equal to 0. നമുക്കൊരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ടെങ്കിലാണ് നേരെ നമുക്ക് അതിന് യുണീക്ക് ആയിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. ഇവിടെ നോക്കി 2 ഇക്വേഷനും 4 വേരിയബിൾസും ഉണ്ട്. അപ്പൊ ചില വേരിയബിൾസിന് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ എത്ര കോൺസ്റ്റന്റ് വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് n-6 കണ്ടുപിടിക്കുക. നിങ്ങളുടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് വെച്ചാൽ ഇവിടെ 4 എണ്ണം ഉണ്ട്, നിങ്ങളുടെ റാങ്ക് ആണ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണത്തിന് എന്ത് ചെയ്യണം? വാല്യൂ അസൈൻ ചെയ്യണം. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയും. ആർബിട്രറി കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് n-6 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും 2 എണ്ണത്തിന് എന്ത് ചെയ്യാം? വാല്യൂ അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോ ഞാൻ ഏതിൽ കൊടുക്കണം? ഫസ്റ്റത്തേൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? സെക്കൻഡ് ഇക്വേഷൻ നോക്ക്, സെഡ് വൈ സെഡ് ഡബ്ല്യു. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് വാല്യൂ കൊടുക്കാം. ഞാൻ സെഡ് ഈസ് ഈക്വൽ ടു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? w ഈസ് ഈക്വൽ ടു, ഡബ്ല്യുവിനെ t1 ഉം സെഡിന് ഞാൻ t2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് 2 എണ്ണം എടുക്കാൻ പോവാണ്. ഓക്കെ, w ഈസ് ഈക്വൽ ടു t1 ഉം സെഡ് ഈസ് ഈക്വൽ ടു t2. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക, -z + 2w എന്ന് വരും. അതായത് 2t1 - t2. അപ്പോ 2x ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 + 3y + 3z - 6w എന്ന് വരും അല്ലേ? അപ്പൊ 2x ഈക്വൽ ടു 2 + 3 × 2t1 - 2 + 3t2 - 6t1. That is 2 + 6t1 - 6t2. 6t2 ഇല്ല, 3t2. 3t2 + 3t2 - 6t1. This one, this one, this one, this one ഒക്കെ കട്ട് ചെയ്ത് പോയില്ലേ? അപ്പൊ 2 എന്നാണ് കിട്ടുന്നത്. x ഈക്വൽ ടു 2/2 ഇസ് ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് x കിട്ടില്ല, അൺനോൺസ്. അതായത് എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ എന്തായിരുന്നു? 2t1 - t2 എന്ന് കിട്ടും. സെഡിന്റെ വാല്യൂ t2, ഡബ്ല്യുവിന്റെ വാല്യൂ t1. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? Solve the system of equations by Gauss elimination method. 3x + 3y + 2z is equal to 1, x + 2y equal to 4, 10y + 3z is equal to -2, 2x - 3y - z is equal to 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എയുടെ മെട്രിക്സ് എഴുതാം. ഓക്കെ, എ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? 3 3 2. താഴത്തെ നോക്കിയേ, എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് 2. അവിടെ സെഡ് ഇല്ല, അപ്പൊ എന്ത് ചെയ്യണം? 0 കൊടുക്കണം. തേർഡ് ഇക്വേഷനിലോ എക്സിന്റെ വാല്യൂ ഇല്ല, അപ്പൊ അവിടെ 0, വൈയുടെ വാല്യൂ 10, സെഡിന്റെ വാല്യൂ 3. ഫോർത്ത് ഇക്വേഷൻ 2 - 3 - 1. ഓക്കെ, എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് തന്നെയാണ്? എക്സ് വൈ സെഡ്. 3 വേരിയബിൾ അല്ലേ ഉള്ളൂ. ബി ഓഫ് ബി ഈസ് ഈക്വൽ ടു
1 4 -2 5. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 3 3 2 1 1 2 0 4 0 10 3 -2 2 -3 -1 5. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ എല്ലാത്തിനെയും ഫസ്റ്റ് എലമെന്റ് 0 ആക്കാം. അപ്പൊ തേർഡിൽ ഓൾറെഡി 0 ആണ്. എനിക്ക് സെക്കൻഡ് റോ എങ്ങനെ ആക്കാം? R2 gives R2 minus 3R2 minus R1 ചെയ്യേണ്ടി വരും. എന്നാലല്ലേ 3 - 3 0 ആയിട്ട് പോവുള്ളൂ. ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ റോനെ 1 ആക്കി നിർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പല്ലേ നമുക്ക് ചെയ്യാം. മറ്റേ രീതിയിലും ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടല്ലേ. R1 R2 ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എലിമെന്റ് 1 ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, 1 2 0 4 3 3 2 1 0 10 3 -2 2 -3 -1 5. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? R2 gives എന്ത് ചെയ്താൽ മതി? R2 minus 3R1. അതുപോലെ R4 0 ആക്കാൻ എന്ത് ചെയ്യാൻ മതി? R4 gives R4 minus 2R1. 1 ആണെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കത് 0 ആക്കാൻ പറ്റും. ഓക്കെ, 1 2 0 4 0 3 -6 എന്ന് വെച്ചാൽ -3 2 1 -12 എന്ന് വെച്ചാൽ -11 ഇനി 0 10 3 -2 2 -2 എന്ന് വെച്ചാൽ 0 -3 -4 that is -7 പിന്നെ -1 5 -8 -3. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുണ്ട്? ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ളതൊക്കെ 0 ആക്കണം. പിന്നെ എന്ത് ചെയ്യണം? 10 0 ആക്കണം. അതായത് R3 gives R3നെ എങ്ങനെയെങ്കിലും എനിക്ക് എന്താക്കണം? ആ 10 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R3 gives ഇവിടെ -3 അല്ലേ, അപ്പൊ -3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -30 ആവും. ഇവിടെ 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 30 ആവില്ലേ? എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? 10 R3 പ്ലസ് 10 R2 പ്ലസ് 3 R3 പോലെ R4ന്റെ അവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് -7 0 ആക്കണ്ടേ? R4 0 ആക്കാന് 7 3 ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ കൊടുക്കുക. അതായത് 3 R3 -7 R2. 3 × 7 21. ഇവിടെ എന്താണ്? 3 × 7 21. ആ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ implies 1 2 0 4 0 -3 2 -1 0 0 എന്ന് കിട്ടും. 10 × 3 30 30 -30 0. ഇനി 3 × 3 9 9 plus 20 that is 29. ഇനി -6 പ്ലസ് -110 അതായത് -116. ഓക്കെ, ഇവിടെ 0 ഇവിടെ 0. ഇനി -3 -40 that is -17. ഇനി -9 പ്ലസ് -9
plus 77. Okay. 77 minus 9 എന്ന് വെച്ചാൽ 68. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി ഡയഗണലി നോക്കുമ്പോ 1 minus 329 ഏത് പോണം? -17 നമുക്ക് എന്താവണം? 0 ആക്കണം. ഈ ഒരു R3 R4 വെച്ചിട്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? -17 0 ആവണം. അതെങ്ങനെയായിരിക്കാൻ പറ്റുക? 29 R4 plus 17 R3. അതായത് R4 gives 29 R4 plus 17 R3 അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ 0 ആവില്ല. അതായത് 17ന്റെ കൂടെ ഈ 29ഉം 29ന്റെ കൂടെ 17ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോ. implies 1 2 0 4 0 minus 3 2 minus 11 0 0 29 minus 1 1 6. ഓക്കെ, 0 0 minus 7 17 ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 0, ഇതും ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാല് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു എന്തെന്നാ വരുന്നത്? 3 അല്ലേ വരുന്നത്? 3 റോയില് എലമെന്റ്സ് വരുന്നുണ്ട് എനിക്ക്. ഇനി ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ത് തന്നെയാണ്? 3 അല്ലേ? XYZ 3 നമുക്കുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? യുണീക് സൊല്യൂഷൻ കിട്ടും അല്ലേ? സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് യുണീക് സൊല്യൂഷൻ. ഇതിന് എന്ത് ചെയ്താൽ മതി? ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ചെയ്യുക? എക്സ് ഈക്വൽ ടു ബി എന്ന് ചെയ്യും. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ ഇതിന്ന് 1 2 0 1 2 0 0 minus 3 2 0 0 29 0 0 29 0 0 0 into x y z is equal to right side value 4 4 minus 11 minus 1 1 6 0. Multiply ചെയ്ത് എഴുതാ 1 into x plus 2y plus 0z is equal to 4. ഇനി 0x minus 3y plus 2z is equal to minus 11. ഇനി 0x plus 0y plus 29z is equal to minus 116. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നേരെ 3 ഇക്വേഷനും അടിച്ചിട്ട് ആൻസർ കിട്ടാം, അല്ലെങ്കിൽ ഇതിന്ന് സോൾവ് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് ഇക്വേഷനിൽ 29z is equal to minus 116 ആണ്. അപ്പൊ z is equal to minus 116 by 29 എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -4. അതുകൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് -3y is equal to എന്താണ്? -11 minus 2z ആണ്. അതായത് -11 minus ഇത് വരുമ്പോ +8 എന്നാവും. ഓക്കെ, അതായത് -3y is equal to -3. അപ്പൊ y is equal to -3 by -3 equal to 1 കിട്ടും. ഞാൻ അത് ആദ്യത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം. x equal to ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് 4 minus 2y എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് 4 minus 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നായി. നിങ്ങളുടെ ക്യാപിറ്റൽ X ഈക്വൽ ടു എന്താണ് ആൻസേഴ്സ് വരുന്നത്? 2 1 minus 4 എന്ന് കിട്ടി. യുണീക് സൊല്യൂഷൻ അല്ലേ കിട്ടിയത്? ഓക്കെ, examine the consistency of the following equation. X plus y plus 2z equal to 2. 2x minus y plus 3z is equal to 2. 5x minus y plus 8z is equal to 10. ഇതിന്ന് ഞാൻ ഓഗ്മെന്റഡ് മെട്രിക്സ് നേരെ എഴുതാണ്. ഇപ്പൊ മനസ്സിലായിണ്ടല്ലോ അതെങ്ങനെ എഴുതണം. ഓക്കെ, ആദ്യം കോഎഫിഷ്യൻസ് 1 1 2 2 minus 1 3 5 minus 1 8. ഇപ്പൊ എ എഴുതി കഴിഞ്ഞു. ബിയുടെ വാല്യൂ ഏതൊക്കെയാണ്? 2 2
1 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? R2ന്റെ ഫസ്റ്റ് എലമെന്റ് അതുപോലെ R3യുടെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R2 gives R2 minus 2R1 ചെയ്താൽ പോരെ, കാരണം ഇതുപോലെ 1 അല്ലേ, കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്യാം. അതുപോലെ R3 gives എന്ത് ചെയ്താൽ മതി? R3 minus 5R1 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1 2 2 2 minus 2 0 minus 1 minus 2 that is minus 3 3 minus 4 minus 1 2 minus 4 minus 2 5 minus 5 0 minus 1 minus 5 minus 6 8 minus 10 that is minus 2. ഇനി 10 minus 10 that is 0. ഇനി എന്താണ് ഡയഗണൽ എലമെന്റ്സ് നോക്കുക. അപ്പൊ ഏതാണ്? -6 0 ആക്കണം. ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ളത് 0 ആക്കുകയാണ് ചെയ്യുക. -6 0 ആക്കണം. അപ്പൊ അതിന് എനിക്ക് എന്താണ് ഓപ്ഷൻ? R3 gives എന്ത് ചെയ്താൽ മതി? R3 minus 2R2 ചെയ്താൽ മതി അല്ലേ? which is equal to 1 1 2 2 0 minus 3 minus 1 minus 2. Okay, ഇനി -6 plus 6 0 minus 2 plus 2 0 0 minus okay 0 plus 4 എന്ന് വരും അല്ലേ? ഇവിടെ എന്ത് ചെയ്യും? ലാസ്റ്റ് എലമെന്റ് നമുക്ക് 4 കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ നോക്കിയൊക്കെ റാങ്ക് ഓഫ് എ ബി എത്രയാ? എ ബി നോക്കുമ്പോ മൊത്തം റോ നോക്കുമ്പോ നമുക്ക് 3 റോസിലെ വാല്യൂസ് ഉണ്ട് അല്ലേ? നോൺ സീറോ അല്ലാത്ത 3 റോ ഉണ്ട്. പക്ഷെ എ മാത്രം ഇങ്ങനെ എടുത്ത് നോക്കിയേ, 2 റോയിലല്ലേ വാല്യൂ ഉള്ള, മൂന്നാമത്തെ റോയില് 0 ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് വരുന്നത്. നിങ്ങൾക്ക് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്നാണ് കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താ? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ. അതുപോലെ എന്താണ്? ദ സിസ്റ്റം ഈസ് inconsistent. Okay, find the value of mu for which the system of equation x plus y plus z is equal to 1, x plus 2y plus 3z is equal to mu, x plus 5y plus 9z is equal to mu square is consistent. For each value of mu obtained, find the solution of the system. Okay, നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഓരോ മ്യൂനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് അല്ലെ? ഞാൻ നേരെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻസ് 1 1 1 1 2 3 1 5 9. Okay, beta values of 1 mu square. The first step എന്താ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? R2 gives R2 minus R1. R3 gives R3 minus R1. Okay, so that is equal to 1 1 1 1 0 1 2 mu minus 1 0 4 8 mu square minus 1. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡയഗണൽ എലമെന്റ്സ് നോക്കുക. ഏതാ ഡയഗണൽ എലമെന്റ്സ്? 1 4 8. അതിന് താഴെയുള്ളത് 0 ആണ്. അപ്പൊ ഏതാണ്? ഇനി 4 ആണ് 0 ആവാനുള്ളത്. അപ്പൊ R3 gives 4 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 4 മൈനസ് ചെയ്താൽ മതി. R3 മൈനസ് 4 R2 ചെയ്യാം. ദാറ്റ് ഈസ് 1 1 1 1 0 1 2
mu minus 1 0 0 0. ഇവിടെ mu square minus 1 minus 4 into mu minus 1 വരും. That is mu square minus 1 minus 4 mu plus 4 എന്ന് വരും. അതായത് mu square minus 4 mu plus 3. Okay, mu square minus 4 mu plus 3 എന്നാണ്. നമുക്ക് അതിൽ അവരൊരു ഡയലോഗ് തന്നിട്ടുണ്ട്. എന്താണ്? സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് ആയുള്ള പ്രത്യേകത എന്താ? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ആയിരിക്കും. അത് വരണമെങ്കിൽ ഇതുവരെയാണ് എ വരുന്നുള്ളൂ. അപ്പൊ റാങ്ക് ഓഫ് എ ഓൾറെഡി 2 ആണ് നിങ്ങളുടെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എന്തായിരിക്കും? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ mu സ്ക്വയർ മൈനസ് 4 mu പ്ലസ് 3 എന്തായിരിക്കും? 0 അല്ലേ? mu സ്ക്വയർ മൈനസ് 4 mu പ്ലസ് 3 ഈക്വൽ ടു 0 ആവണം. എന്നാലല്ലേ റാങ്ക് ഓഫ് എ ബി 2 വരുള്ളൂ. ഇതിൽ നിന്ന് എനിക്ക് മ്യൂവിന്റെ വാല്യൂ കിട്ടില്ലേ? അപ്പോ mu is equal to 1,3. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ മ്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓൾറെഡി ഇതിൽ എ ഉണ്ടല്ലോ. ഇത് ബി. ഈ ബിയിൽ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ എക്സ് ഈക്വൽ ടു ബി എന്നാണ് വരുന്നത്. ഞാൻ ആദ്യം mu is equal to 3 എന്ന് കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ എയുടെ വാല്യൂസ് 1 1 1 0 1 2 0 0 1 1 1 0 1 2 0 0 0 ഇൻറ്റു നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ടായിരുന്നു? എക്സ് വൈ സെഡ് അല്ലേ? ഓക്കെ, ഇവിടെ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് വാല്യൂസ് എന്താ? 1 mu മൈനസ് 1, പിന്നെ ഇത് 0 ആയിരുന്നല്ലോ. ഇതെന്താണ്? 1 mu മൈനസ് 1 3 മൈനസ് 1 എന്നാണ് പറയുന്നത്. ഇത് 0. ഓക്കെ, ഇക്വേഷൻ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1 കിട്ടും. പിന്നെ 1 ഇൻറ്റു 2 ഈ ഒരു ഇത് ചെയ്യുമ്പോൾ എന്താണ്? 0 ഇൻറ്റു എക്സ് 0, പിന്നെ 1 ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുന്നത്. ഈ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഈക്വൽ ടു n മൈനസ് 6 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എനിക്ക് 3 ആണ്. റാങ്ക് എനിക്ക് 2 ആണ് കിട്ടിയത്. അപ്പൊ ഒരെണ്ണത്തിന് നിങ്ങൾ വാല്യൂ അപ്ലൈ ചെയ്യണം. ഞാൻ സെഡിന് ടി എന്ന് കൊടുക്കാൻ പോവാണ്. എന്റെ y ഈസ് ഈക്വൽ ടു എന്താണ്? 2 മൈനസ് 2 സെഡ് ആണ്. ഇക്വേഷൻ എഴുതി കൂടെ. ദാറ്റ് ഈസ് 2 മൈനസ് 2t എന്ന് കിട്ടി, അല്ലേ? ഇനി അത് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ മൈനസ് സെഡ് ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എഴുതാം നമുക്ക്. 1 മൈനസ് 2 മൈനസ് 2t മൈനസ് t ആണ്. That is 1 minus 2 plus 2t minus t. That is 2t minus t എന്ന് വെച്ചാൽ t യും 1 minus 2 എന്ന് വെച്ചാൽ മൈനസ് 1. അപ്പൊ നിങ്ങളുടെ x ഈക്വൽ ടു t മൈനസ് 1, വൈയുടെ വാല്യൂ എന്തായിരുന്നു? 2 മൈനസ് 2t, z is t. സൊല്യൂഷൻ. ഇനി mu is equal to 1 ആണെന്ന് വിചാരിക്കേ. എന്തെന്ന് വരും? 1 1 1 0 1 2 0 0 0 into x y z is equal to എന്തെന്ന് വരും? 1 1 minus 1 0 0. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1ഉം വൈ പ്ലസ് 2z ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കാം. n minus r, that is 3 minus 2 is equal to 1 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? സെഡിന് ടി എന്ന് കൊടുക്കുകയാണ്. അപ്പൊ y is equal to എന്തെന്നാ വരിക? മൈനസ് 2z ആണ്. ദാറ്റ് ഈസ് മൈനസ് 2t. ഇനി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇന്ന് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ മൈനസ് സെഡ് ആണ്. അതായത് 1 മൈനസ് മൈനസ് 2t, അതായത് 1 പ്ലസ് 2t മൈനസ് t എന്നാണ്. അതായത് 1 പ്ലസ് t എന്ന് കിട്ടും എനിക്ക്.
ഓക്കെ, എൻ്റെ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടി y മൈനസ് 2t ആണ്. z ഈസ് ഈക്വൽ ടു t. സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലേ? ഓരോ മ്യൂനും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, for what values of lambda and mu the following system of equations x plus y plus z is equal to 6, x plus 2y plus 3z is equal to 10, x plus 2y plus lambda z is equal to mu have first one no solution, second one unique solution, third one infinite solution. അപ്പൊ ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യാ? എല്ലാത്തിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ആണ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. That is equal to 1 1 1 b the value 6, 1 2 3 b the value 10, 1 2 lambda mu. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് മെട്രിക്സ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? റോക്കിലൻ ഫോമിലേക്ക് ആക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? R2 gives R2 minus R1 അതുപോലെ R3 gives R3 minus R1 ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 6 0 1 2 4 0 1 lambda minus 1 mu minus 6. അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 1 0 ആക്കണം R2ന്റെ അവിടെ ഉള്ളത്. ഓക്കെ, സോറി, സെക്കൻഡ് എലമെന്റ് R3യിലത്തെ സെക്കൻഡ് എലമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? 0 ആക്കണം. ദാറ്റ് ഈസ് R3 gives എന്ത് ചെയ്താൽ മതി? R3 മൈനസ് R2 ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 1 1 1 6 0 1 2 4 ഇനി 0 1 മൈനസ് 1 0 ലാംഡ മൈനസ് 1 മൈനസ് 2 അതായത് ലാംഡ മൈനസ് 3 എന്ന് കിട്ടും. മ്യൂ മൈനസ് 6 മൈനസ് 4 അതായത് മ്യൂ മൈനസ് 10 എന്ന് കിട്ടും. അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് എന്താണ്? നോ സൊല്യൂഷൻ ആണ്. നോ സൊല്യൂഷൻ എപ്പോഴാണ് നമുക്ക് കിട്ടാറ്? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കും. ഓക്കെ, അതായത് എപ്പോഴാണ് അത് ഈക്വൽ അല്ലാണ്ട് ഇരിക്കുക? അതായത് ഇപ്പോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എനിക്ക് 2ഉം റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3ഉം വരുമ്പോഴല്ലേ അത് ഈക്വൽ ആവാണ്ടിരിക്കുള്ളൂ. അത് വരണമെങ്കിൽ ഏത് വാല്യൂ 0 ആയിരിക്കണം? ഈ ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എനിക്ക് എന്തായി മാറും? 2 ആയിട്ട് മാറും. ഇനി മ്യൂ എന്താവാണ്ടിരുന്നാ മതി? മ്യൂ മൈനസ് 10 ഈ വാല്യൂ എന്താവരുത്? 0 ആവാൻ പാടില്ല. കാരണം ഇത് 0 ആയാൽ രണ്ടും ഈക്വൽ ആവും റാങ്ക്, അല്ലേ? എനിക്ക് എന്തെന്ന് എഴുതാം? മ്യൂ നോട്ട് ഈക്വൽ ടു 10 ആയിരിക്കണം. ലാംഡയുടെ വാല്യൂ 3 ആയിരിക്കുമ്പോഴാണ് എന്ത്? നോ സൊല്യൂഷൻ വരുന്നത്, അല്ലേ? ഇനി അതിന്റെ സെക്കൻഡ് കേസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരിക? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കണം. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എന്താണ്? 3 ആണ്, അല്ലെ? അത് എപ്പോഴാണ് 3 കിട്ടുക? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു 3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ ലാംഡ മൈനസ് 3 എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ലാംഡ മൈനസ് 3 നോട്ട് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ 3 കിട്ടും. അവിടെ സോറി, ലാംഡയുടെ വാല്യൂ എന്താവാൻ പാടില്ല? ലാംഡ മൈനസ് 3 നോട്ട് ഈക്വൽ ടു 0 ആവണം. അതുപോലെ ലാംഡയുടെ വാല്യൂ എന്താവാൻ പാടില്ല? ഒരിക്കലും 3 ആവാൻ പാടില്ല. പക്ഷെ ഈ കേസിൽ മ്യൂ ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ലല്ലോ. കാരണം എന്താ?
നമുക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എയും 3 ആയിട്ട് തന്നെ നിന്നോളും. അപ്പൊ മ്യൂ ക്യാൻ ബി എനി വാല്യൂ. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇൻഫിനിറ്റ് സൊല്യൂഷൻ എപ്പോഴാണ് വരേണ്ടത്? വരിക എപ്പോഴാ? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ 3 അൺനോൺസ് ആണ് എനിക്ക് ഉള്ളത് അല്ലെ? 3ൽ താഴെ റാങ്ക് എപ്പോഴാണ് വരിക? ആ താഴത്തെ റോ 0 ആയിട്ട് പോകുമ്പോ, അതായത് ലാംഡ -3 0 ആവണം. അതുപോലെ മ്യൂ -10 ഈക്വൽ ടു 0 ആവണം. അതായത് ലാംഡയുടെ വാല്യൂ 3യും മ്യൂയുടെ വാല്യൂ 10 ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു റാങ്ക് ഓഫ് എ ബി റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറുമല്ലോ. അപ്പോഴല്ലേ ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഏതായിരുന്നു? നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ, നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരുന്നു. കാരണം എന്തായിരുന്നു? ബിക്ക് വാല്യൂ ഉണ്ടായിരുന്നു. ഇനി ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക? അതായത് നമ്മൾ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ. അതായത് എക്സിന്റെ വാല്യൂ അവിടെ എന്താണ്? 0 ആയിരിക്കും. ഇനി റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നോൺ സീറോ സൊല്യൂഷൻ. അതാണ് നമുക്ക് ഈ കേസിൽ സൊല്യൂഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, find the non-trivial solution of the homogeneous system of equations x plus 2y minus z is equal to 0, 3x plus y minus z is equal to 0, 2x minus y equal to 0. ഓക്കെ, അപ്പൊ ഹോമോജീനിയസിന്റെ എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് ആണ് അല്ലെ? ഇപ്പൊ എ ആണ് നമുക്ക് വേണ്ടത്. 1 2 -1 3 1 -1 2 -1 0, കാരണം അവിടെ സെഡിന്റെ കോയിഫിഷ്യന്റ് ഇല്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യാ? മറ്റോടത്തൊക്കെ ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്തില്ലേ? ഈ എ മെട്രിക്സിനെ തന്നെ എന്ത് ചെയ്യണം? എക്കലൻ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് R2ന്റെ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കണ്ടേ? R2 -3 R1. ഇനി R3യുടെ ഫസ്റ്റ് എലമെന്റിനെ 0 ആക്കണ്ടേ? അപ്പൊ എന്തെന്ന് വരും? R3 -2 R1. 1 2 -1 3 -3 0 1 -6, that is -5. ഇനി -1 +3, അതായത് 2 എന്ന് കിട്ടും. ഇവിടെയും 0 -5 2. ഓക്കെ, ഇനി നമുക്ക് ഈ തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ 0 ആക്കണ്ട. അതിന് എന്ത് ചെയ്താൽ മതി? R3 gives R3 -R2 ചെയ്താ പോരെ? ഓക്കെ, that is equivalent to 1 2 -1 0 -5 2 0 0 0 അല്ലേ? അപ്പൊ എന്റെ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണ്? റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് ഏതൊക്കെയാ? എക്സ് വൈ സെഡ് 3 എണ്ണം ഉണ്ട്. നമ്മുടെ റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. എന്താണ് ഇത്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അതായത് 0 അല്ലാണ്ട് ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടാൻ എന്തെന്നെ ചെയ്യാറ്? നമ്മൾ മറ്റേതിൽ ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? അതന്നെ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇവിടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 2 -1 0 -5 2 0 0 0 into x y z is equal to 0 0 0. എന്തെന്ന് കിട്ടും? എക്സ് പ്ലസ് 2y minus z is equal to 0. അതുപോലെ -5y plus z is equal to 0. 2z equal to 0 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം?
ഇവിടെ എന്ത് ചെയ്യണം? ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കണം. ഇവിടെ n എത്രയാണ്? n-6 എടുക്കുമ്പോൾ നമ്പർ ഓഫ് അൺനോൺസ് 3ഉം റാങ്ക് 2 ആണ്. അപ്പൊ എന്താണ്? ഒരെണ്ണത്തിന് ഒരു ആർബിട്രറി കോൺസ്റ്റന്റിന് വാല്യൂ അസൈൻ ചെയ്യണം. ഞാൻ സെഡിന് t എന്ന് കൊടുക്കാണ്. അപ്പൊ -5y is equal to -2z ആണ്. y is equal to 2/5 t എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ x ഈക്വൽ ടു എന്തെന്ന് വരും? -2y പ്ലസ് z ആണ്. അതായത് -2 × 2/5 t പ്ലസ് t എന്ന് കിട്ടും. ദറ്റ് ഈസ് -4/5 t പ്ലസ് t. അതായത് 1/5 t എന്നാണ് കിട്ടുന്നത്. നിങ്ങളുടെ എക്സിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1/5 t 2/5 t t. ഇതല്ലേ വാല്യൂ? ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ. Determine the value of lambda for which the following equation may possess non-trivial solution. 3x plus y minus lambda z is equal to 0. 4x minus 2y minus 3z equal to 0. 2 lambda x plus 4y plus lambda z equal to 0. Homogeneous equation ആണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആവാൻ വേണ്ടിയ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മൾ n എടുക്കുക ഇവിടെ. ഓക്കെ. അപ്പൊ 3 1 minus lambda 4 minus 2 minus 3 2 lambda 4 lambda. ഇതാണ് നമ്മളുടെ a എന്ന് പറയുന്നത്. ഓക്കെ. ഇതില് നമുക്ക് എന്താണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ എനിക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. മനസ്സിലായില്ലേ? അതായത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനിലെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. നമ്മളിവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 3 1 minus lambda 4 minus 2 minus 3 2 lambda 4 lambda. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ഡിറ്റർമിനന്റ് ആണ്? 3 ഇൻറ്റു ആ റോയും ആ കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അതിന്റെ ഡിറ്റർമിനന്റ് ചെയ്ത് ദാറ്റ് ഈസ് -2 -3 4 ലാംഡ മൈനസ് സെക്കൻഡ് ടേം ഇവിടെ 1 ആണ് ഇൻറ്റു ആ റോയും ആ കോളും ഒഴിവാക്കി ബാക്കിയുള്ള എലിമെന്റ്സ് ചെയ്ത് 4 -3 2 ലാംഡ ലാംഡ. ഇനി എന്ത് ചെയ്യുക? പ്ലസ് തേർഡ് ടേം മൈനസ് ലാംഡ ആ റോയും ആ കോളും ഒഴിവാക്കി ബാക്കിയുള്ളത് ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ ചെയ്ത 4 -2 2 ലാംഡ 4. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -2 ഇൻറ്റു ലാംഡ അതായത് -2 ലാംഡ മൈനസ് എന്താ വരുന്നത്? 4 ഇൻറ്റു -3 എന്ന് വെച്ചാൽ +12. ഇനി -1 ഇൻറ്റു 4 ഇൻറ്റു ലാംഡ 4 ലാംഡ മൈനസ് 2 lambda into 3 6 -6 lambda അല്ലേ? പ്ലസ് 6 lambda മൈനസ് ലാംഡ ഇൻറ്റു 4 into 4 16 മൈനസ് 2 into 2 4 lambda അതായത് പ്ലസ് 4 lambda എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 lambda പ്ലസ് 36 മൈനസ് 4 lambda 4 lambda plus 6 lambda 10 lambda അല്ലേ? മൈനസ് 10 lambda എന്ന് എഴുതാം. ഇനി ഇവിടെ ആണെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ -16 lambda മൈനസ് 4 lambda സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -4 lambda സ്ക്വയർ -16 -10 അതായത് -26 ആയി
minus 6, that is 32. minus 32 lambda. ഇനി എന്താണ്? plus 36 equal to 0. ഇതിന്ന് minus 4 outside എടുത്തൊക്കെ. minus 4 outside എടുത്താ lambda square plus 8 lambda minus 9 equal to 0. അല്ലേ? അപ്പൊ lambda square plus 8 lambda minus 9 equal to 0. അതായത് ലാംഡയുടെ വാല്യൂ is equal to 1, minus 9. അല്ലേ? ഐഗൻ വാല്യൂസ് ആൻഡ് വെക്ടേഴ്സ്. അതായത് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും, എന്നിട്ട് അത് സോൾവ് ചെയ്യാണ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് ഇപ്പൊ 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ട്രേസ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ്. ഓക്കെ, ഇനി ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനസ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി കുറച്ച് പ്രോപ്പർട്ടീസ്. അതായത് ഐഗൻ വാല്യൂവിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് മെട്രിക്സ് ആണ്. അതുപോലെ ഐഗൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ആണ്. ഇനി ഐഗൻ വാല്യൂസ് ഓഫ് ഇപ്പൊ എ ആൻഡ് എ ട്രാൻസ്പോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ രണ്ടിന്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി അതുപോലെ തന്നെ ലാംഡ ഇസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ആണെന്ന് വിചാരിക്കും. എയുടെ ഐഗൻ വാല്യൂ ആണ് ലാംഡ. അപ്പോ എ റേസ് ടു എന്നിന്റെ ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ റേസ് ടു എൻ ആണ്. അതായത് ഇപ്പോ എ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ എന്ന് വെച്ചാൽ ലാംഡ സ്ക്വയർ ആയിരിക്കും. എ ക്യൂബ് ആണെങ്കിൽ ലാംഡ ക്യൂബ്. എ ഇൻവേഴ്സിന്റെ ആണെങ്കിൽ എന്തായിരിക്കും? ലാംഡ ഇൻവേഴ്സ് ആയിരിക്കും. അങ്ങനെ. ഇനി ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. ഇഫ് one eigen value of the matrix A is equal to -2, 2, -3, 2, 1, -6, -1, -2, 0 is 5. അതായത് one eigen value എന്ന് പറയുന്നത് 5 ആണ്. Find the other eigen values without finding the characteristic equation. What are the eigen values of A square and A inverse? അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇല്ലാതെ ബാക്കി ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോ നമുക്ക് ഫസ്റ്റ് ഐഗൻ വാല്യൂ ലാംഡ 1 ഇസ് ഈക്വൽ ടു 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ് എന്ത്? സം ഓഫ് ഐഗൻ വാല്യൂ ഈക്വൽ ടു എന്താണ്? ട്രേസ് ഓഫ് മെട്രിക്സ് ആണ്. അല്ലേ? നമുക്ക് ഇവിടെ 3 എണ്ണം ഉണ്ടാവും, കാരണം 3x3 മെട്രിക്സ് അല്ലേ. അപ്പൊ ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 is equal to ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് -2 പ്ലസ് 1 പ്ലസ് 0, ദാറ്റ് ഈസ് -1 എന്നാണ് വരുന്നത്. അതായത് 5 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 is equal to -1. അതായത് ലാംഡ 2 പ്ലസ് ലാംഡ 3 is equal to -1 -5, അതായത് -6. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് product of eigenvalues equal to determinant of A ആണ്. ഓക്കെ, ഇവിടെ ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. നിങ്ങൾ നേരെ കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചോളെ. 45 ആണ് നമുക്ക് കിട്ടണത്. അതായത് ലാംഡ 1 5 അല്ലേ. അപ്പൊ 5 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഇസ് ഈക്വൽ ടു 45. അപ്പൊ ലാംഡ 2 ലാംഡ 3 ഇസ് ഈക്വൽ ടു 45/5 ഇസ് ഈക്വൽ ടു 9 എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് ഞാൻ ലാംഡ 3 കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് 9/ലാംഡ 2.
ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് λ2 പ്ലസ് λ3 -6 ആണ്. അതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. അപ്പൊ λ2 പ്ലസ് 9/λ2 -6 എന്ന് കിട്ടി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ λ2 സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ λ2 -6 ആണ്. അതായത് λ സ്ക്വയർ പ്ലസ് 9 -6 λ2. ന്റെ അപ്പൊ λ2 സ്ക്വയർ പ്ലസ് 6 λ2 പ്ലസ് 9 0. അതെപ്പോഴാണ് λ2 പ്ലസ് 3 ഓൾ സ്ക്വയർ -0 എന്നാണത്. λ2 -3 -3. ഇതാണ് λ2ന്റെ രണ്ട് വാല്യൂ കിട്ടുന്നത്. അപ്പോ λ3 എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 9/-3 എന്ന് വെച്ചാൽ -3 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഐഗൻ വാല്യൂം കിട്ടിയില്ലേ. λ1 5 ആണ്, λ2ന്റെ വാല്യൂ -3 ആണ്, λ3യുടെ വാല്യൂ -3 ആണ്. ഇത് കണ്ടുപിടിക്കാനല്ലേ അവര് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാൻ അവര് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഐഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ. എ സ്ക്വയറിന്റെ എന്താണ്, ലാംഡ സ്ക്വയർ. ഇപ്പൊ കിട്ടിയതിന്റെ ഒക്കെ എന്ത് ചെയ്യാ, സ്ക്വയർ ചെയ്ത്. ദാറ്റ് ഈസ് 5 സ്ക്വയർ -3 ഓൾ സ്ക്വയർ -3 ഓൾ സ്ക്വയർ. അതായത് എന്താണ് വരിക, 25 9 9. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, ഐഗൻ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ്. എന്താണ് ഇൻവേഴ്സ് ചെയ്ത്, 1/5 -1/3 -1/3. സിമ്പിൾ അല്ലേ ഇത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡയഗണലൈസേഷൻ. അപ്പൊ നമുക്ക് ഡയഗണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് മാറും. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡി ഈസ് ഈക്വൽ ടു എന്താണ്, പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി ആണ് നമ്മളുടെ ഇക്വേഷൻ. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ മെട്രിക്സ് ആണ്. അത് ഈക്വൽ ടു എന്താണ്, നമുക്ക് കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ് ഇല്ലേ, അതിനെയൊക്കെ കോളം വൈസിൽ എഴുതുന്നതാണ്. ഇപ്പൊ 3 ഐഗൻ വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും, x1 x2 x3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു x1 x2 x3 ആയിട്ട് എഴുതുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അതിന്റെ ആ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഐഗൻ വാല്യൂസ് ആയിരിക്കും നമ്മുടെ. ഓക്കെ, ഇനി സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ, സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് എങ്ങനെ അറിയാം, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിലാണ് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്താണ്, പി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു പി ആണ്. അവിടെ മോഡൽ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. അവിടെ എന്താ ചെയ്യുക, x1/mod x1 x2/mod x2 x3/mod x3 കണ്ടുപിടിക്കണം. ഈ മോഡ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഡയഗണലൈസ് A is equal to 1 0 -1 1 2 1 2 2 3. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നിങ്ങൾക്ക് 3/3 അറിയാം. എന്താണ് നേരെ ഇക്വേഷൻ, λ³ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു λ² പ്ലസ് എന്തായിരുന്നു, സം ഓഫ് മൈനസ് ഓഫ് diagonal elements into lambda minus determinant of A is equal to 0 എന്നാണ്. അപ്പൊ λ³ മൈനസ് ട്രേസ് ഓഫ് എന്ന് വെച്ചാൽ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യും. ഇവിടെ ഏതൊക്കെയാണ്, 1 2 3 ആണ് ഡയഗണൽ എലമെന്റ്സ്, ഇൻറ്റു λ² പ്ലസ് സം ഓഫ് മൈനസ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അതായത് നമുക്ക് ആദ്യത്തെ ഡയഗണൽ എലിമെന്റ് 1 ആണ്. ആ റോയും ആ കോളും ഒഴിവാക്ക്. ബാക്കി എന്താ ഉള്ളത്, 2 1 2 3 അല്ലെ. പ്ലസ് അടുത്തത് ഡയഗണൽ എലിമെന്റ് ഏതാണ്, 2. ആ റോയും ആ കോളും ഒഴിവാക്കി ബാക്കി എന്താ ഉള്ളത്, 1 -1 2 3.
ഇനി 3 അല്ലേ അടുത്ത ഡയഗണൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 1 0 1 2 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കിവിടെ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് ഈ വാല്യൂ നോക്കൂ, ഇതിന്റെയൊക്കെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 6 മൈനസ് 2 പ്ലസ് 3 പ്ലസ് 2 ഇവിടെ പ്ലസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് മൈനസ് 2 പ്ലസ് 2 get cancel. 11 ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ലാംഡയുടെ വാല്യൂസ് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് 1 2 3 എന്നാണ് ലാംഡയുടെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിപ്പോ ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഐഗൻ വെക്ടേഴ്സ് കിട്ടണം. ഐഗൻ വെക്ടേഴ്സ് കിട്ടാൻ എന്താ ചെയ്യാറ്? അതിന്റെ ഇക്വേഷൻ എന്താണ്? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 അല്ലേ? അതായത് നമുക്കിവിടെ ആദ്യം ലാംഡയുടെ വാല്യൂ, ഫസ്റ്റ് ലാംഡയുടെ വാല്യൂ 1 ആണ്. എന്തെന്ന് വരും? എ മൈനസ് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് നമ്മുടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1 0 മൈനസ് 1 1 2 1 2 2 3. മൈനസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം, ഡയഗണലി 1 വാല്യൂ വരുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ 1 മൈനസ് 1 2 മൈനസ് 1 3 മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ അൺനോൺസ് എക്സ് വൈ സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 0 അല്ലേ? അപ്പൊ ഇവിടെ 1 മൈനസ് 1 0 ആയിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ എഴുതിയ 0 ഇൻറ്റു എക്സ് 0 0 ഇൻറ്റു വൈ 0, അതായത് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആദ്യത്തെ കേസില്. ഇനി ബാക്കിയൊക്കെ 0 എക്സ് പിന്നെ പ്ലസ് 0 വൈ മൈനസ് 0 മൈനസ് സെഡ് ഈക്വൽ ടു 0. രണ്ടാമത്തതാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. മൂന്നാമത്തതാണെങ്കിൽ 2x പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു 0. ഈ ലാസ്റ്റത്തെ രണ്ട് ഇക്വേഷൻ നോക്കി നോക്ക്. ആ ഫസ്റ്റത്തെ ഇക്വേഷന്റെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് താഴത്തെ. അപ്പൊ ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് ബൈ, ഞാൻ ഈ രണ്ടെണ്ണാണ് എടുക്കാൻ പോകുന്നത്. എക്സ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എന്ത് ചെയ്യാ? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒഴികെയുള്ളത് എഴുതുക, വൈയുടെ കോഎഫിഷ്യന്റ് സെഡിന്റെ കോഎഫിഷ്യന്റ് എഴുതുക. ഓക്കെ, ആദ്യത്തത് 0യും -1, പിന്നത്തത് 1ഉം 1ഉം. ഇനി ഈക്വൽ ടു വൈയുടെ ചെയ്യുമ്പോൾ മൈനസ് ഇടണം, മൈനസ് വൈ ബൈ ഡിറ്റർമിനന്റ്. ഓക്കെ, വൈയുടെ ഒഴികെ ബാക്കി എഴുതുക. എക്സിന്റെ 0, സെഡിന്റെ -1, ഇനി താഴെ എക്സിന്റെ 1 സെഡിന്റെ 1 ഈക്വൽ ടു സെഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എന്ത് ചെയ്യാ? സെഡിന്റെ ഒഴിവാക്കിയിട്ട് എഴുതുക. എക്സിന്റെ 0 വൈയുടെ 0 എക്സിന്റെ 1 വൈയുടെ 1. അതായത് എക്സ് ബൈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താ? 0 1. എക്സ് ബൈ 1 ഈക്വൽ ടു മൈനസ് വൈ ബൈ 1 ഈക്വൽ ടു സെഡ് ബൈ 0 എന്നാണ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഐഗൻ വെക്ടർ x1 ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1 1 0 എന്നാണ്. ഇവിടെ ഒരു -1 ഇല്ലേ, അതും കൂടി ഉൾപ്പെടുക. അപ്പൊ ഇവിടെ 1 -1 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വാല്യൂല് കൊടുക്കാം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2 ആന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ -1 എന്തായിരുന്നു നമ്മുടെ? ഒരു മിനിറ്റ്. ഓക്കെ, 1 മൈനസ് എന്താണ് 2. ഡയഗണലൊക്കെ എന്ത് ചെയ്യണം?
2 മൈനസ് ചെയ്യേണ്ടി വരും. അതായത് a മൈനസ് 2y ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ 1 മൈനസ് 2 0 മൈനസ് 1 1. ഇനി ഇവിടെ എന്താവും 2 മൈനസ് 2 1 2 2. ഇവിടെ എന്താവും 3 മൈനസ് 2. ഓക്കെ, ഡയഗണലിൽ നമ്മൾ ആ വാല്യൂ കൊണ്ട് കുറച്ചാൽ മതി. ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു എന്തെന്ന് വരും 0 0 0. ഇതാണ് നമ്മുടെ പരിപാടി. എന്തെന്ന് കിട്ടും നമുക്ക്? മൈനസ് 1 ഇൻറ്റു എക്സ്, അതായത് മൈനസ് എക്സ് പ്ലസ് 0y മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 0. ഇനി എക്സ് പ്ലസ് 0y പ്ലസ് സെഡ് ഈക്വൽ ടു 0. ഇനി 2x പ്ലസ് 2y പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റത്തെയും സെക്കൻഡ് ഇക്വേഷൻ നോക്ക്, ഒരുപോലെയല്ലേ? ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 2ഉം 3 ഈ രണ്ടെണ്ണമാണ് എടുക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാൻ പാടില്ല, വൈഡിയും സെഡിന്റെ എടുക്കുക. 0 1 2 ആണ് ഇവിടെ 1 ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 2 സെഡിന്റെ 1 1 is equal to z by എക്സിന്റെ 1 2 വൈയുടെ 0 2. വാല്യൂ എക്സ് ബൈ 0 മൈനസ് 2, അതായത് മൈനസ് 2 ഈക്വൽ ടു y ബൈ 1 മൈനസ് 2 1 മൈനസ് 2 എന്ന് വെച്ചാൽ മൈനസ് 1. അപ്പൊ ഇവിടെ മുകളിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ മൈനസ് 1 ആകുമ്പോൾ പ്ലസ് 1 ആവും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ബൈ 2 മൈനസ് 0, അതായത് 2. പിന്നെ x2 ഇസ് ഈക്വൽ ടു മൈനസ് 2 1 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ a മൈനസ് 3i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 3 0 മൈനസ് 1 1 2 മൈനസ് 3 1 2 2 3 മൈനസ് 3 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് വരുന്നത് ആദ്യത്തെ മൈനസ് എക്സ് പ്ലസ് 0y മൈനസ് സെഡ് ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0, 2x പ്ലസ് 2y പ്ലസ് 0 സെഡ് ഈക്വൽ ടു 0. ഓക്കെ, ഇതില് നമുക്ക് സോറി 1 മൈനസ് എന്ന് വെച്ചാൽ മൈനസ് 2 അല്ലേ, ഇവിടെ മൈനസ് 2x ആണ്. നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാം ഇതില്, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് വരുന്നത് അല്ലേ. നമുക്കിവിടെ എക്സ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യൻസ് എടുക്കാൻ പാടില്ല, വൈയുടെ 0 താഴെ മൈനസ് 1 സെഡിന്റെ മൈനസ് 1 1 ഈക്വൽ ടു മൈനസ് വൈ ബൈ മൈനസ് 2 1 മൈനസ് 1 1 സെഡിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ടു സെഡ് ബൈ എക്സിന്റെ മൈനസ് 2 1 വൈയുടെ 0 1. ഓക്കെ, എക്സ് ബൈ ഇത് 0 മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 5 ബൈ മൈനസ് 2 പ്ലസ് 1, ദാറ്റ് ഈസ് മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ബൈ മൈനസ് 2. ഓക്കെ, അപ്പൊ നിങ്ങളുടെ x3 ഇസ് ഈക്വൽ ടു മൈനസ് 1, വൈയുടെ ഈ മൈനസും മൈനസും ഗെറ്റ് ക്യാൻസൽ 1 മൈനസ് 2.
ഓക്കെ, ഇവിടെ -1 ഉണ്ട് കേട്ടോ. സെഡിൻ വൈയുടെ കോഫിഷ്യന്റില് ഇത് +2 ആണ്. +2. ഓക്കെ, -1 1 2 എന്നാണ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനി നമുക്ക് പീനെ എടുത്ത് എഴുതല്ലേ. മോഡൽ മാട്രിക്സ് P is equal to എന്താ ഇവിടെ 3 ഉള്ളത്, x1 x2 x3. ഓക്കെ, അത് നമുക്ക് എടുത്ത് എഴുതാം. അതായത് ആദ്യത്തത് എന്തായിരുന്നു? x1 1 -1 0, പിന്നത്തത് -2 1 2, പിന്നെ -1 1 2. ഓക്കെ, അപ്പൊ 1 -1 0 -2 1 2 -1 1 2. പി കിട്ടി. അപ്പോ ഡയഗണൽ മെട്രിക്സ് എന്താ കാണാൻ? ഇക്വേഷൻ എന്താ? P ഇൻവേഴ്സ് ഇൻറ്റു A ഇൻറ്റു P ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്കിത് കാൽക്കുലേറ്ററിൽ ചെയ്തുകൂടെ? 3 P ഇൻവേഴ്സ് ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാല് 1 0 0. പിന്നെ രണ്ടാമത്തത് λ2 അല്ലായിരുന്നു, അപ്പൊ 0 2 0. ഇനി മൂന്നാമത്തത് എന്തായിരുന്നു? λ = 3 കണ്ടുപിടിച്ചത്, അപ്പൊ 0 0 3. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വാല്യൂ കിട്ടുക. ഓക്കെ ഓക്കെ, ഇത് എഴുതിയത് മനസ്സിലായില്ലേ? കാരണം നിങ്ങളുടെ ആദ്യത്തെ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ = 1 ആണ്, അപ്പൊ 1. x2 എന്ന് പറഞ്ഞാൽ λ = 2 ആണ്, അപ്പൊ ഇവിടെ 2 വരും. x3 എന്ന് പറഞ്ഞാൽ λ = 3 ആണ്, അതുകൊണ്ട് ഇവിടെ 3 വരും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. Diagonalize 2 0 1 0 2 0 1 0 2. ഓക്കെ, ഈ മെട്രിക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിമെട്രിക് മെട്രിക്സ് അല്ലേ? നോക്കി നോക്കൂ, ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സിമെട്രിക് ആണെന്ന്. ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈ റോ തന്നെയല്ലേ ഈ കോളത്തിലും വരുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കുക. ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റോനെ കോളാക്കിയത്. ഇപ്പൊ 2 0 1, അടുത്തത് എന്തായിരുന്നു? 0 2 0, അടുത്തത് 1 0 2. നോക്കിയേ, സെയിം അല്ലേ? ഇവിടെ A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആണ്, അതായത് സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷന് വ്യത്യാസമുണ്ട്. ഡിയുടെ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? P ട്രാൻസ്പോസ് ഇൻറ്റു A ഇൻറ്റു P എന്നാണ് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ³ മൈനസ് ട്രേസ് ഓഫ് A, അതായത് 2 + 2 + 2 ഇൻറ്റു λ മൈനസ് എന്താണ്? സം ഓഫ് മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് അല്ലേ? അതായത് 2ന്റെ റോയും കോളും ഒഴിവാക്കിയ ബാക്കി എന്താ ഉള്ളത്? 2 0 0 2 ഉണ്ട്, പ്ലസ് ഈ 2ന്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 1 1 2, പ്ലസ് അടുത്ത ഡയഗണൽ 2 അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 0 0 2 ഇൻറ്റു λ, ഇവിടെ λ സ്ക്വയർ ആട്ടാ, ഇൻറ്റു λ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇത് വരുന്നത് λ³ മൈനസ് 6 λ സ്ക്വയർ 2 2 4 4 മൈനസ് 1 3. ഇവിടെ 4 4 4 8 8 പ്ലസ് 3 11. ഈ ഒരു പ്ലസ് ആട്ടാ, പ്ലസ് 11 λ മൈനസ് 6 ഈക്വൽ ടു 0. ഇവിടെ എന്ത് തന്നെയാണ് ഐഗൻ വാല്യൂസ്? λ = 1 2 3 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മുടെ നോർമൽ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? A മൈനസ് λ ഇൻറ്റു x ഈക്വൽ ടു
0 എന്ന് വരും അല്ലെ. ആദ്യം ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പൊ a മൈനസ് i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. നിങ്ങളുടെ 2 0 1 0 2 0 1 0 2 ഇതാണ് നിങ്ങളുടെ മെട്രിക്സ്. ഇതിൽ നിന്നൊക്കെ ഡയഗണലിൽ നിന്ന് എന്ത് ചെയ്യണം, 1 കുറയ്ക്കുക. ഇൻറ്റു എക്സ് വൈ z ഈക്വൽ ടു 0 0 0. 2 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, അതായത് എക്സ് പ്ലസ് 0 വൈ പ്ലസ് z ഈക്വൽ ടു 0. അടുത്തത് 0 എക്സ് പ്ലസ് വൈ പ്ലസ് 0 z ഈക്വൽ ടു 0. ഇനി എക്സ് പ്ലസ് 0 വൈ പ്ലസ് z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെയും തേർഡും സെയിം ഇക്വേഷൻ ആണ്. അപ്പൊ 1ഉം 2 എടുക്കാം എനിക്ക് അല്ലെ. അപ്പൊ നമുക്കിവിടെ എക്സ് വൈ ഡിറ്റർമിനന്റ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാൻ പാടില്ല, വൈയുടെ കോഎഫിഷ്യന്റ് 0 1, സെഡിന്റെ 1 0 ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 0, സെഡിന്റെ 1 0 ഇസ് ഈക്വൽ ടു സെഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 0 വൈയുടെ 0 1. അപ്പോൾ എക്സ് ബൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് വൈ ബൈ 0 ഈക്വൽ ടു സെഡ് ബൈ 1 ആണ് വരുന്നത്. എന്റെ x1 ഇസ് ഈക്വൽ ടു മൈനസ് 1 0 1 ആദ്യത്തെ ഐഗൻ വാല്യൂ. ഇനി ലാംഡ ഇസ് ഈക്വൽ ടു 2, അതായത് a മൈനസ് 2y ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. നമ്മുടെ മെട്രിക്സ് 2 0 1 0 2 0 1 0 2 ആണ്. ഇതിനൊക്കെ 2 മൈനസ് ചെയ്യണം. ഇൻറ്റു എക്സ് ബൈ z ഈക്വൽ ടു 0 0 0. എന്ത് ചെയ്യും, 2 മൈനസ് 2 എന്ന് വെച്ചാൽ 0, അതായത് 0x പ്ലസ് 0y പ്ലസ് z ഇസ് ഈക്വൽ ടു 0. അടുത്തത് 0x പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു 0. മൂന്നാമത്തത് എക്സ് പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു 0 അല്ലേ. ഇതിലെ ആദ്യത്തെ രണ്ടെണ്ണം ഇതില് നമുക്ക് 0x ഇതും ഇതും മാത്രം എടുക്കാൻ പറ്റില്ല, മറ്റേത് മൊത്തം 0 ആയിട്ടല്ലേ പോണത്. അപ്പൊ നമുക്ക് എക്സ് ബൈ 0 0 വൈയുടെ വാല്യൂ സെഡ് 1 0 ഈക്വൽ ടു മൈനസ് വൈ ബൈ 0 1 എക്സിന്റെ സെഡിന്റെ 1 0 ഈക്വൽ ടു സെഡിലാണെങ്കിൽ എക്സ് 0 1ഉം വൈ 0 0 ആണ്. ഓക്കെ, നമുക്ക് വരുന്നത് എക്സ് ബൈ 0 മൈനസ് വൈ ബൈ 0 മൈനസ് 1 മൈനസ് 1 സെഡ് ബൈ 0, അതായത് എൻ്റെ x2 ഇസ് ഈക്വൽ ടു വരുന്നത് 0 1 0. ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു 3 എന്ന് വരുമ്പോൾ a മൈനസ് ബി ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ മെട്രിക്സിൽ കൊടുക്കാം. 2 0 1 0 2 0 1 0 2. ഡയഗണലിലൊക്കെ എന്ത് ചെയ്യണം, 3 മൈനസ് ചെയ്യണം. ഇൻറ്റു എക്സ് വൈ z ഈക്വൽ ടു 0 0 0. 2 മൈനസ് 3 എന്ന് വെച്ചാൽ മൈനസ് എക്സ്, അല്ല മൈനസ് 1 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 0 വൈ പ്ലസ് z ഇസ് ഈക്വൽ ടു 0. അടുത്തത് 0x മൈനസ് വൈ
പ്ലസ് 0 സെഡ് ഈസ് ഈക്വൽ ടു 0. അടുത്തത് എക്സ് പ്ലസ് 0 വൈ മൈനസ് സെഡ് ഈക്വൽ ടു 0. 1ഉം 3 ഒരുപോലെയല്ലേ? ജസ്റ്റ് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ഒരുപോലുള്ള രണ്ട് ഇക്വേഷൻസ് എടുക്കരുത്. ഇത് രണ്ടെണ്ണം എടുക്കാം. എക്സ് ബൈ വൈയുടെ 0 മൈനസ് 1 സെഡിന്റെ 1 0 ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് മൈനസ് 1 0 സെഡ് 1 0 ഈക്വൽ ടു സെഡ് ബൈ എടുക്കുമ്പോൾ എക്സ് മൈനസ് 1 0 വൈ 0 മൈനസ് 1. ഓക്കെ, ഇപ്പോൾ എക്സ് ബൈ 0 മൈനസ് മൈനസ് 1 1 മൈനസ് വൈ ബൈ 0 സെഡ് ബൈ 1. ഓക്കെ, ഇപ്പൊ നമുക്ക് x3 കിട്ടിയത് 1 0 1 ആണ്. x3യുടെ വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം നമുക്ക്? നോം കണ്ടുപിടിക്കേണ്ടി വരും ഓരോന്നിന്റെ. അപ്പോ x1 is equal to നമുക്ക് കിട്ടിയ വാല്യൂ x1 എന്തായിരുന്നു? -101 -101. ഇനി x2 is equal to കിട്ടിയത് x2 010. ഓക്കെ, s3 കിട്ടിയത് എനിക്ക് 101 അല്ലേ? ഇതിന്റെ നോം x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതാണ്, അതായത് √2 എന്ന് കിട്ടും. ഇനി നോം x2 is equal to എന്താണ്? റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അതായത് എന്താണ്? 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി നോം x3 equal to എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ മെട്രിക്സ് P ഇസ് ഈക്വൽ ടു ആദ്യത്തേനൊക്കെ എന്ത് ചെയ്യണം? -1/√2 0/√2 1/√2. ഓക്കെ, ഇത് സിമെട്രിക് മെട്രിക്സിലും ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഇവിടെ 0 1 0 കാരണം അതിന്റെ ലെങ്ത് 1 ആണ്. ഇനി ഇവിടെ 1/√2 0/√2 1/√2 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ എന്താ? ഇവിടെ ഡി ഈസ് ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു പി ആണ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ ഈ വാല്യൂസ്. ഇത് മെട്രിക്സിൽ അപ്ലൈ ചെയ്തിട്ട് എയിലും ബിയിലായിട്ട് എന്ത് ചെയ്യുക? പിയുടെ വാല്യൂ എയുടെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു പി എന്ന് എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പോലെ തന്നെ ആദ്യത്തെ ഇതിന്റെ 1ന്റെ ആണ്. അപ്പൊ 1 0 0. രണ്ടാമത്തത് 2ന്റെ ആണ്. അപ്പൊ 0 2 0. മൂന്നാമത്തത് 3ന്റെ ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇത്രയുള്ള ഈ പരിപാടി. ഓക്കെ, കനോണിക്കൽ ഫോം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q is equal to λ1 into y1 square plus λ2 into y2 square plus etc. λn into yn square എന്നാണ് ഇത്. ഓക്കെ, ഇതില് നമുക്ക് ഇതില് 3 ടേംസ് ഉണ്ട്. അതായത് റാങ്ക്, ഇൻഡെക്സ്, സിഗ്നേച്ചർ എന്ന് പറയുന്നത്. റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ടേംസ് നിങ്ങളുടെ കനോണിക്കൽ ഫോമിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് റാങ്ക് എന്ന് പറയാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ് ഇൻ കനോണിക്കൽ ഫോം ആണ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ് മൈനസ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഗൻ വാല്യൂന്റെ ടേംസിലും പറയാം. റാങ്ക് ഓഫ് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും? എത്ര ഐഗൻ വാല്യൂസ് ഉണ്ടോ അതാണ് നിങ്ങളുടെ റാങ്ക്. ഇനി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എത്ര പോസിറ്റീവ് ഐഗൻ വാല്യൂ. സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? എത്ര പോസിറ്റീവ് ഉണ്ടോ അതിൽ നിന്ന് നെഗറ്റീവ് ഐഗൻ വാല്യൂസിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും.
ഇനി ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? എക്സ് ഈക്വൽ ടു പി ഇൻറ്റു വൈ എന്നാണ് ചെയ്യുക. പി നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ മോഡൽ മെട്രിക്സ്, ഇൻറ്റു വൈ എന്ന് കൊടുക്കുക. അതായത് ഇപ്പൊ ഒരു 3/3 മെട്രിക്സ് ആണ് പി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? y1 y2 y3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിടുക. ഓക്കെ, അത്രയുള്ള പരിപാടി. ഇനി നേച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം, അതായത് ഈ ക്വാഡ്രാറ്റിക് ഫോമിന്റെ നേച്ചർ നമുക്ക് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം. അതായത് എല്ലാ ഐഗൻ വാല്യൂസും പോസിറ്റീവ് ആണെങ്കിൽ. നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും എല്ലാ ഐഗൻ വാല്യൂസും നെഗറ്റീവ് ആണെങ്കിൽ. ഇനി പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഐഗൻ വാല്യൂസ്, അതായത് ഇപ്പൊ മൊത്തം ഐഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ ഐഗൻ വാല്യൂസിന്റെയും വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും എന്തുണ്ടാവും? ഐഗൻ വാല്യൂ 0 ആവും. ഇപ്പൊ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഗൻ വാല്യൂസ് ലെസ് ദാൻ 0 ആയിരിക്കും. പിന്നെ ഒരെണ്ണെങ്കിലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ഉണ്ടാവും, ഒപ്പം തന്നെ 0 ഉള്ള ഒരു ഐഗൻ വാല്യൂ ഉണ്ടാവും. പിന്നെ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നെഗറ്റീവും പോസിറ്റീവും ഐഗൻ വാല്യൂസ് വരുന്നതിനാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നേച്ചർ, ഇൻഡെക്സ്, റാങ്ക് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ quadratic form x1 square plus 2x2 square plus 3x3 square plus 2x1 x2 minus 2x1 x3 plus 2x2 x3. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോം, ഇപ്പൊ ഞാൻ q ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് 2x2 സ്ക്വയർ പ്ലസ് 3x3 സ്ക്വയർ പ്ലസ് 2x1 x2 മൈനസ് 2x1 x3 പ്ലസ് 2x2 x3 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാ? x1 x2 x3 ഉണ്ട്, ഇവിടെ നമ്മൾ x1 x2 x3. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? അത് ഒരു മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതണ്ടേ? a is equal to എന്ന് പറഞ്ഞിട്ട്. x1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1 ആണ്, അത് ഇവിടെയാണ്. x2 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 2 ആണ്, അത് ഇവിടെ ഡയഗണലി. x3 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 3 ആണ്. കഴിഞ്ഞു. ഇനി x1 x2 2 ആണ്. x1 x2 എവിടേക്ക് വരും? x1 x2 ഒന്നും ഇവിടെ വരാം. ഇനി x2 x1 എന്ന് പറയുന്നത് സെയിം അല്ലേ? ഇപ്പൊ 2 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 1, ഇവിടെ 1. ഇനി മൈനസ് 2 x1 x3, x1 x3 എവിടേക്ക് വരും? ഒന്നുപടിയും വരും അല്ലെ? -2 ആണ്. എന്താണ്? -1 -1. ഇനി x2 x3 അത് ഇവിടെയും ഇവിടെയല്ലേ? അതും പകുതി പകുതിയാക്കി എഴുതി. ഓക്കെ, നമുക്ക് a കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഐഗൻ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ഇനി നമുക്ക് എന്താ ചെയ്യതിന്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ, അതായത് 1 + 2 + 3 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യണം? മറ്റേ മൈനസ് ഓഫ് ഡയഗണൽ എലിമെന്റ്സിനെ ആഡ് ചെയ്യണം. അപ്പൊ ആദ്യത്തത് 1, ആ റോയോ ആ കോളം ഒഴിവാക്കിയ 2 1 1 3 പ്ലസ് അടുത്തത് 2നെ ഒഴിവാക്കുക. 2 എന്നുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 -1 -1 3 പ്ലസ് 3 എന്ന് പറഞ്ഞിട്ടുള്ള റോയും കോളം ഒഴിവാക്കുക. 1 1 1 2 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, that is lambda cube minus 6 lambda square plus 6 minus 1 5 3 plus 1 3 plus അല്ല 3 minus 1 2. ഇവിടെ 5 2 7, ഇവിടെ 2 minus 1 അപ്പൊ 8 lambda മൈനസ് ഡിറ്റർമിനന്റ് വരുന്നത് -2 ആണ്, അതായത് +2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു -0.2143, 3.675,
539. ഓക്കെ, അപ്പൊ നേച്ചർ വരുമ്പോ എന്താണ് ഐഗൻ വാല്യൂസ് ബോത്ത് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതെന്താണ്? ഇൻഡെഫിനിറ്റ് ആണ്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെഫിനിറ്റ്. കാരണം ഐഗൻ വാല്യൂസ് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. ഇനി ഇപ്പൊ എനിക്കിതിന്റെ കനോണിക്കൽ ഫോം എഴുതാം. ടേം വെച്ചിട്ടല്ലേ നമ്മൾ ഇക്വേഷൻസ് എഴുതിയത്. ഇപ്പൊ കനോണിക്കൽ ഫോം Q is equal to minus 0.2143 y1 square plus 3.675 y2 square plus 2.639 y3 square. ഓക്കെ, നിങ്ങളുടെ റാങ്ക് എന്തായിരിക്കും? നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ എത്ര ടേം ഉണ്ട്? 3 ഉണ്ട്. 3 കിട്ടി. ഇനി ഇൻഡെക്സ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. എത്ര എണ്ണം ഉണ്ട്? 2. ഓക്കെ, ഇനി നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടേം 2 മൈനസ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇത്രയല്ലേ ചോദിച്ചിട്ടുള്ളൂ? Show that 17x square minus 30xy plus 17y square is equal to 128 represents an ellipse. Also find the equation of the major and minor axis of the ellipse in terms of x and y. നമുക്ക് തന്നിട്ടുള്ളത് 17x² മൈനസ് 30xy പ്ലസ് 17y² ഈക്വൽ ടു 128 എന്നാണ്. അപ്പൊ എ എഴുതുക. എക്സ് വൈ ഓക്കെ, 17x² ആണ്. x² എവിടെ വരിക? x x ഇവിടെ 70, y y² അതും 70. മറ്റേത് എത്ര? -30 ആണ്. ഇവിടെ -50 -15 ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കിവിടെ λ² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്നാണ് വരിക. λ² മൈനസ് ഇവിടെ 17 പ്ലസ് 17 ദാറ്റ് ഈസ് 34 ലാംഡ പ്ലസ് പ്ലസ് 64 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ നമുക്ക് വരുന്നത് 2ഉം 32 ആണ്. ഓക്കെ, നമുക്ക് കനോണിക്കൽ ഫോം എഴുതാം. കനോണിക്കൽ ഫോം ഈസ് canonical form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q is equal to λ1 into y1 square plus λ2 into y2 square എന്ന് വരും. λ1ന്റെ വാല്യൂ 2, 2 into y1 square plus 32 into y2 square എന്ന് വരും. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 128. ഇനി എന്ത് ചെയ്യാം? ഇത് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എഴുതിക്കൂടെ? അതായത് 1 is equal to 2 by 128 y1 square plus 32 by 128 y2 square. ഇതിനെ നമുക്ക് ഭംഗിയാക്കി എങ്ങനെ എഴുതാം? y1 square by ഇത് കട്ട് ചെയ്യുമ്പോൾ 64 ആണ് കിട്ടുക, അതായത് 8² പ്ലസ് ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താണ്? 4 ആണ് കിട്ടുക. അപ്പോൾ y2 square by 4 equal to 1. ഇതെന്താണ്? വിച്ച് ഈസ് എലിപ്സ്. ഇത് എലിപ്സിന്റെ ഇക്വേഷൻ അല്ലേ വരുന്നത്. ഇനി ഇക്വേഷൻ ഓഫ് മേജർ ആക്സിസ് അതുപോലെ തന്നെ എന്താണ്? ഇക്വേഷൻ ഓഫ് മൈനർ ആക്സിസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് മേജർ ആക്സിസ് എന്നുവെച്ചാൽ y ഈക്വൽ ടു 0 ആണ്.
അതിന്റെ വാല്യൂ വരിക -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ് വരിക. ഇനി ഇക്വേഷൻ ഓഫ് മൈനർ ആക്സിസ്, അത് എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അതായത് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് വരിക. ഓക്കെ, ഇതെങ്ങനെ വന്ന് ആ y1² പകരം ശരിക്കും x² അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ x²/8² പ്ലസ് y²/2² ഈക്വൽ ടു 1 ആണ്. മേജർ ആക്സിസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, വൈക്ക് 0 കൊടുക്കും. അതായത് എന്തെന്ന് കിട്ടും, x²/8² ഇസ് ഈക്വൽ ടു 1 ആണ് വരിക. x² ഇസ് ഈക്വൽ ടു 8². ഇപ്പൊ x ഈക്വൽ ടു എന്താണ്, റൂട്ട് എടുക്കുമ്പോൾ +or-8 എന്നാണ് കിട്ടുക. അതാണ് എന്ത്, മേജർ ആക്സിസിന്റെ ഇക്വേഷൻ. അതുപോലെ എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. അപ്പൊ എന്താണ്, y²/2 ഇസ് ഈക്വൽ ടു 1, 2² ഈക്വൽ ടു 1. അപ്പൊ y² ഇസ് ഈക്വൽ ടു 2² എന്ന് കിട്ടും. y ഇസ് ഈക്വൽ ടു എന്താണ്, +or-2 എന്നാണ് കിട്ടുക. അതാണ് എന്ത്, മൈനർ ആക്സിസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.